ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. 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 ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളും, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യവും. ആദ്യം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ആദ്യം നാം വായിച്ചു കേട്ട വാക്യം ഇപ്രകാരമാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യന് 2 വഴികൾ വെച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം. ഒന്നുകിൽ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ നടന്ന് നശിച്ചു പോകാം. തിരുവചനം യാതൊരു ദയവുമില്ലാത്ത വാക്കാണ് ഉപയോഗിച്ചത്, നശിച്ചു പോവുക എന്ന് തന്നെ. മനുഷ്യൻ്റെ നിത്യജീവൻ അവൻ്റെ രക്ഷ മനുഷ്യൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിലാണ് അവൻ്റെ നിത്യജീവൻ ഇരിക്കുന്നത്. അവന് വേണമെങ്കിൽ ഈ നിത്യജീവൻ പ്രാപിക്കാം, അല്ലെങ്കിൽ അവന് നശിച്ചു പോകാം. തിരുവചനം തുടർന്ന് വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് മനുഷ്യപുത്രനായി വെളിപ്പെടുത്തിയത് ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മനുഷ്യന് നാശം വരുന്നതിന് വേണ്ടിയിട്ടല്ല, നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം യേശുക്രിസ്തുവിനാൽ, മനുഷ്യൻ യേശുക്രിസ്തുവിനാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യുന്ന ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വലിയ നന്ദി ഉണ്ട് സ്വർഗത്തിലെ ദൈവത്തോട്. കാരണം ഞാൻ ഈ വേദപുസ്തകം വായിച്ചിട്ടേയില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്നത് വരെ തിരുവചനം ആണ് മനുഷ്യൻ്റെ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വേദപുസ്തകം മേടിച്ചു, കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടു തുടങ്ങിയപ്പോൾ അതിനുശേഷം ഈ തിരുവചനം ഞാൻ വായിക്കാൻ തുടങ്ങി. ഈ തിരുവചനം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിലടങ്ങിയിരിക്കുന്നതായ മർമ്മങ്ങൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു തുടങ്ങിയത്. ഞാൻ ഈ തിരുവചനം സ്ഥിരമായി കേൾക്കുന്നു. വചനം കേൾക്കും തോറും കൂടുതൽ കേൾക്കുന്നതിനുള്ളതായ ആർത്തി എൻ്റെ ഉള്ളിലേക്ക് വന്നു, അതിനുള്ളതായ ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു. മാത്രവുമല്ല, കേട്ടാൽ മാത്രം പോരാ, അത് വായിക്കണമെന്നുള്ളൊരാഗ്രഹം വന്നു. വായിക്കുന്നതായ കാര്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് ദൈവം തന്നിട്ടുള്ളതായ ആ ബുദ്ധിയിലൊന്ന് ആലോചിച്ചു നോക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരു ആലോചന തന്നു. ഞാൻ വചനം വായിക്കുകയും ഒപ്പം അത് 1-2 വട്ടം എടുത്തു വായിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അതിനോട് യോജിച്ചതായ മറ്റു വാക്യങ്ങൾ തിരുവചനത്തിൽ എവിടെയുണ്ട് എന്ന് പിന്നീട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ തിരുവചനം ആദ്യം മുതൽ അവസാനം വരെ പലവട്ടം വായിക്കേണ്ടതായിട്ട് വന്നു. ദൈവമക്കളെ, അതൊരു ആനന്ദമാണ്, അതൊരു സന്തോഷമാണ്. അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഈ തിരുവചനം വായിക്കുന്നത് സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല. എത്ര മഹത്വകരമായ കാര്യങ്ങൾ, മനുഷ്യന്റെ രക്ഷയ്ക്കുതകുന്നതായ മഹത്വരമായ കാര്യങ്ങൾ ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്തിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വണ്ണമൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്നത് വരെ
ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ 10ാം ക്ലാസ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത് ദൈവമില്ല എന്നാണ്. എന്നാൽ അതിനു മുമ്പുള്ളതായ സമയം ഞാൻ നല്ല ഭക്തിയോടെ ഒരു സാധാരണ ക്രിസ്ത്യാനിയായി, ഒരു പള്ളി ഭക്തനായി ജീവിച്ച വ്യക്തിയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകും, സൺഡേ സ്കൂളിൽ പഠിക്കും, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ആത്മീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കും. വർഷത്തിൽ ഒരിക്കലുള്ളതായ പള്ളിയിലെ സുവിശേഷ മഹായോഗത്തിൽ 50 നോമ്പിനോട് അവസാനം വരുന്നതായ കഷ്ടാനുഭവ ആഴ്ചയിലെ സുവിശേഷ മഹായോഗത്തിൽ പോയി പങ്കെടുക്കും. ചില സമയങ്ങളിൽ അവിടെ നടക്കുന്നതായ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ചില വർണ്ണനകളൊക്കെ കേട്ടിട്ടുണ്ട്, യേശു കുരിശിൽ മരിച്ചതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, എനിക്ക് സങ്കടം വരും, ആ യേശുവിനെ കൊന്നല്ലോ എന്ന്, ആ യേശുവിനെ കുരിശിച്ചു കൊന്നല്ലോ എന്ന്. അല്പനേരം കഴിയുമ്പോൾ വീണ്ടും സന്തോഷം വരും, കാരണം ആ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ യേശു ഭൂമിയിലേക്ക് വന്നതെന്നോ, ഈ പങ്കപ്പാട് മുഴുവൻ ഏറ്റതെന്നോ, ആർക്ക് വേണ്ടിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റതെന്നോ എനിക്ക് അന്ന് മനസ്സിലായില്ല. കാരണം ആ ചെറുപ്രായത്തിൽ അതൊന്നും ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് എൻ്റെ 19 വയസ്സുള്ളതായ പ്രായത്തിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവവചനം കേട്ടപ്പോഴാണ് എനിക്ക് പിന്നീട് ഇതെല്ലാം മനസ്സിലാകാനായിട്ട് തുടങ്ങിയത്. ഈ യേശു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ജീവിക്കുന്നത് പോലെ, അന്ന് ജീവിച്ചതുപോലെ ജീവിച്ചാൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള പരമസത്യം ഈ വചനക്കേൾവിയിലൂടെ എനിക്ക് മനസ്സിലായി. അതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ളതായ പാപ സ്വഭാവങ്ങൾക്ക് പരിഹാരമായിട്ടാണ്, പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്നും, ആ യേശു തൻ്റെ രക്തം ഈ ഭൂമിയിൽ ചൊരിഞ്ഞതെന്നും, ആ രക്തത്താൽ എനിക്ക് മോചനമുണ്ട് എന്നും പാപമോചനമുണ്ട് എന്നും അത് വിശ്വസിച്ചാൽ സ്വർഗരാജ്യത്തിൽ എത്താമെന്നുമുള്ളതായ പരമസത്യം എനിക്ക് മനസ്സിലായി. ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിൽ നന്ദി വരാൻ തുടങ്ങി. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഒരു പക്ഷേ ഇതുവരെ വചനം കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, തികച്ചും ഒരു പള്ളിഭക്തിയിൽ മാത്രം ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ യേശുക്രിസ്തു നിങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു തന്നു എന്നുള്ളതായ ബോധ്യം നിങ്ങൾക്കുണ്ടോ? കേവലം ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും പള്ളിയുമായി ബന്ധപ്പെട്ട ആത്മീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് എനിക്കെന്തു ബന്ധം, യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത്, ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അന്ന് നമ്മുടെ ആത്മാവ് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ഇടവക വികാരിയച്ഛൻ്റെ മുമ്പിലല്ല, എൻ്റെ സഭയിലെ ഉന്നതനായിരിക്കുന്ന മെത്രാപ്പോലിത്തായുടെയോ ബാവാ തിരുമനസിൻ്റെയോ മുമ്പിലല്ല. ഞാൻ ഏത് സഭയിലായിരിക്കുന്നോ, അത് നവീകരണ സഭയാണെങ്കിൽ ആ സഭയിലെ ഏറ്റവും ഉന്നതനായിരിക്കുന്ന പാസ്റ്ററുടെ മുമ്പിലല്ല, അപ്പോസ്തോലിക സഭകളിലാണെങ്കിൽ ആ സഭയിലെ ഉന്നതനായിരിക്കുന്ന മെത്രാപ്പോലിത്തായുടെയോ ബാവാ തിരുമനസിൻ്റെയോ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെയോ മുമ്പിലല്ല ഞാൻ പോയി നിൽക്കുന്നത്. എൻ്റെ ആത്മാവ് പോയി നിൽക്കുന്നത് എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന്, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ച്, എനിക്ക് വേണ്ടി പങ്കപ്പാടുകൾ ഏറ്റ്, എനിക്ക് വേണ്ടി കുരിശിന്മേൽ തറച്ച് കൊല്ലപ്പെട്ട്, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കി, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിലാണ്. ഞാൻ അത് ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് നേടിയ കാര്യങ്ങളുടെ കണക്ക് കൊടുക്കേണ്ടത് ആ യേശുവിനോടാണ്, ആ യേശുവിൻ്റെ അടുക്കലാണ്. ഇത് എനിക്ക് മനസ്സിലായത് ഈ വചനം കേട്ടപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ പുത്തൂരത്തെ ആത്മീയ പ്രസ്ഥാനങ്ങളോടും ആത്മീയ പ്രവർത്തനങ്ങൾക്കും അപ്പുറമായി യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? ഈ യേശുവുമായിട്ടൊരു സംസാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ യേശുവുമായിട്ടുള്ള ഒരു ഇടപാട് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇത് നാം ഒന്ന് ചിന്തിക്കണേ ദൈവമക്കളെ. ഇതാ ഇവിടെ നാം വായിച്ചു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. നമ്മുടെ ജീവിതത്തിൽ രക്ഷ എന്ന് പറയുന്ന ഒരനുഭവം നമ്മൾ നേടിയെടുക്കണം. അത് എങ്ങനെയാണ് കിട്ടുന്നത്? മറ്റൊന്നും ചെയ്യേണ്ടതില്ല, നമുക്കെല്ലാം നല്ല പരിചയമുണ്ട്. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. വിശ്വാസം എന്ന ഒരൊറ്റ കാര്യത്തിലാണ് രക്ഷ എന്ന് പറയുന്നതായ മഹൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. വിശ്വാസം എന്ന ഒരൊറ്റ കാര്യം, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നും ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ
എൻ്റെ പാപങ്ങൾക്ക് മോചനമുണ്ട് എന്നുള്ളതായ നിഷ്കളങ്കമായ ഒരു വിശ്വാസം. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, ആ ദൈവത്തിലുള്ള ക്രിസ്തുവിലുള്ള അടിസ്ഥാന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഏത് സഭയിലോ ഏത് പ്രസ്ഥാനത്തിൽ എത്രയെല്ലാം ആത്മീയമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെന്ന് പറഞ്ഞാലും വിലയില്ലാത്തതായി തീരും, യാതൊരു വിലയില്ലാത്തതായി തീരും. ദൈവമക്കളെ, അതിനൊരു ഉദാഹരണം വളരെ വ്യക്തമായി തിരുവചനത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്യക്തമായ ഒരു അനുഭവം മാത്രം തിരുവചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. ദൈവത്തിന് സ്തോത്രം. മോശെ ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ദൈവമക്കളെ, ആ മോശയോട് കർത്താവായ ദൈവം, പിതാവായ ദൈവം പറയുകയാണ്, ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഈ മരുഭൂമിയിൽ കൂടെ കനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിങ്ങളിതാ ഈ കനാൻ ദേശത്തിൻ്റെ ഏതാണ്ട് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ആ മലയുടെ മുകളിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ കനാൻ ദേശം കാണാം. ഞാൻ സ്ഥല കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ഇതുവരെ നടന്നു വന്നപ്പോൾ വളരെയേറെ അവിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടായി. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല ആ കനാൻ ദേശത്തേക്ക് ഞാൻ എത്തിക്കുമെന്നുള്ളത്. ഞാൻ നിങ്ങൾ മിസ്രൈമിലായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നിരുന്നു, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലം പാലും തേനും ഒഴുകുന്നതാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഒരു വിശ്വാസമില്ല. ഞാൻ നിങ്ങളോട് അറിയിച്ചിട്ടുള്ളതായ വചനത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വഴി യാത്രയിലെല്ലാം എനിക്കെതിരെ സംസാരിച്ച്, പ്രവാചകനായ നിനക്കെതിരെയും ഈ ജനം സംസാരിച്ച്, ഈ ജനം പിറുപിറുത്ത് പാപത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്നത്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം. ഈ ഇസ്രായേൽ ജനത്തിൽ 12 ഗോത്രങ്ങളാണല്ലോ ഉള്ളത്. ഈ 12 പേരുടെയും ഗോത്രങ്ങളിൽ നിന്ന് ഓരോ പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കണം. സാധാരണക്കാരല്ല, കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളതായ പ്രഭുക്കന്മാരായിട്ടുള്ള ഉന്നതരായിരിക്കുന്ന നേതാക്കന്മാരെ 12 പേരെ തിരഞ്ഞെടുക്കണം. അവരെന്ത് ചെയ്യണം? ഞാൻ കാണിച്ചു തരുന്നതായ ആ കനാൻ ദേശം ഒന്ന് പോയി നോക്കണം. അവിടെ അവർ പോയി നോക്കി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പാലും തേനും ഒഴുകുന്നതായ കനാൻ ദേശമാണോ, നല്ല സമൃദ്ധിയുള്ളതായ ദേശമാണോ, അതോ ഞാൻ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണോ എന്ന് അവർ പോയി ഒന്ന് ഒറ്റ നോക്കിയിട്ട് വരണം. അവരൊന്ന് പോയി കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന് നിങ്ങളെ അറിയിക്കട്ടെ. എങ്കിലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയി നേരിട്ട് കണ്ട് വിശ്വസിച്ചവർ വന്ന് പറയുന്നതെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് ഇനിയുള്ള യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, എന്ത് സംഭവിച്ചു? മോശെ 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തു. അവരെ ഈ കനാൻ ദേശം ഒറ്റുനോക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അവർ പോയി കുറേ കാലമെടുത്തു കേട്ടോ. 1-2 ദിവസമൊന്നുമല്ല, നാളുകളെടുത്തു. അവർ പോയി ആ കനാൻ ദേശം മുഴുവനും ഒറ്റുനോക്കി. അവർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി. മാത്രമല്ല, അവർ ചെന്നു കണ്ടപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ദൈവം അവരോട് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ പാലും തേനും ഒഴുകുന്ന ദേശം. അവർ ഇതുവരെയും താമസിച്ച ആ മിസ്രൈം പോലെയല്ല. ഈ മിസ്രൈമും കനാനും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ആ മിസ്രൈമിൽ ജീവിച്ച് മനസ്സുമടുത്തതായ ജനത്തിന് ഒരിക്കലും ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിമനോഹരമായിരിക്കുന്ന കനാൻ ദേശം. അതുകൊണ്ട് അവർക്കൊരു സംശയം വന്നോ? എനിക്ക് സംശയം കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവർ ആ കനാൻ ദേശത്ത് നിന്ന് പോരുമ്പോൾ ഈ വരുന്ന ജനത്തോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ വേണ്ടി, ആ ജനം വിശ്വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് പല സാധനങ്ങളും ഇവർ കൊണ്ടുവന്നു. ദൈവം പറഞ്ഞത് സത്യമാണ്, ഞങ്ങളിനി പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട, കണ്ട് വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ് പല സാധനങ്ങളും, ചില മുന്തിരിക്കൊലകളും മറ്റു സാധനങ്ങളൊക്കെ അവര് കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ കൊണ്ടുവന്ന ശേഷം അവർ ഈ ജനത്തോട് പറഞ്ഞതായ വാക്ക് എന്താണ്? അതാണ് 13:27. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 13:27. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങളും ഇതാ എന്ന് പറയുന്നുണ്ട്. ഫലങ്ങൾ ഇതാ. അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണെന്നാണ് മോശയുടെ അടുക്കൽ വന്ന് ഈ ജനം പറയുന്നത്. ഈ 12 പേര് വന്ന് മോശയോട് പറയാണ്, ഞങ്ങൾ പോയി കണ്ടു, അനുഭവിച്ചു, ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അവിടുത്തെ ഫലങ്ങൾ കാണൂ എന്ന് പറഞ്ഞ് ആ ഫലങ്ങൾ അവരെ കാണിച്ചും കൊടുത്തു. ദൈവമക്കളെ, ഇതുവരെ ഭംഗിയായി മനോഹരമായി കാര്യങ്ങളെല്ലാം പോയി. എന്നാൽ അടുത്തതായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് 12 പേര് പോയതിൽ
10 പേര് പറഞ്ഞ വാചകം എന്താണെന്ന് അതിൻ്റെ 31-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 31-ാം വാക്യം. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് ദൈവത്തിന്റെ പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, അവർ ചെന്നപ്പോൾ ആ ദേശത്തെ ഫലങ്ങളും ആ ദേശത്തെ സമൃദ്ധിയും മാത്രമല്ല കണ്ടുള്ളൂ, അവിടെയുള്ളതായ ചില മനുഷ്യരെ കണ്ടു. ആ നാട് ഭരിക്കുന്നതായ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടു. അവർ അജാനബാഹുക്കൾ, അഥവാ നല്ല ഒത്ത ശരീരമുള്ളതായ, നല്ല അധ്വാനശീലമുള്ളതായ മനുഷ്യരെ. അതുകൊണ്ട് അവർക്ക് നല്ല ശരീരപുഷ്ടി. അവർക്ക് തോന്നിയിട്ടുണ്ട്, ഇവരുടെ മുന്നിൽ കൃമികളെ പോലെയാണ് അവർക്ക് തോന്നിയത്. ഈ പോയ 12 പേർക്ക് അവിടെ കണ്ട മനുഷ്യരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ തങ്ങൾ വെറും കൃമികളാണല്ലോ എന്ന് വരെ അവർക്ക് തോന്നിപ്പോകുന്ന അത്ര നിസ്സാരന്മാരായിട്ട് അവർക്ക് തോന്നിപ്പോയി. വെട്ടുക്കിളിയാണെന്ന് അവർക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് അവർ മനുഷ്യരെ കണ്ട് ഭയന്നു. അവർ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലോ ദൈവത്തിൻ്റെ വചനത്തിലോ അല്ല അവർ വിശ്വസിച്ചത്. അവർ അവിടെ കണ്ട മനുഷ്യരെ കണ്ട് ഭയപ്പെട്ടുപോയി. ദൈവമക്കളെ, ഇന്ന് ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടായ്മയിലൊക്കെ വന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു അപകടമാണിത്. അവർ മുമ്പോട്ട് നോക്കുമ്പോൾ അവരെ തുറിച്ചു നോക്കുന്ന ചില പാപങ്ങൾ, ചില പാപചിന്തകൾ, ചില പാപ സ്വഭാവങ്ങൾ, അത് അവരെ തുറിച്ചു നോക്കിയാണ്. അവർ ഭയപ്പെടുകയാണ്. ഈ പാപത്തെ ഞാൻ എങ്ങനെ ജയിക്കും? ഇത്ര കാലമായി ഞാൻ ഈ വചനത്തിന് മുമ്പിൽ വരുന്നു, ഇത്ര കാലമായി ഞാൻ സമർപ്പണം എടുക്കുന്നു, പക്ഷെ ഈ പാപം എന്നെ പരാജയപ്പെടുത്തുന്നു. ഈ പാപത്തിന്മേൽ എനിക്ക് ജയിക്കാൻ കഴിയുമോ? ദൈവമക്കളെ, നിങ്ങൾ ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു, ഞാൻ നിങ്ങളെ ആ കനാൻ ദേശത്ത് കൊണ്ടുപോകാമെന്നുള്ളത്. പക്ഷേ ഇവർ അവിടെ ദൈവത്തിൻ്റെ വചനത്തിലല്ല വിശ്വസിച്ചത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലല്ല വിശ്വസിച്ചത്, ദൈവത്തിലല്ല വിശ്വസിച്ചത്. അവർ കണ്ണിന് കണ്ടതായ മനുഷ്യരുടെ ആരോഗ്യത്തെ, മനുഷ്യരുടെ ശരീരത്തെ കണ്ട് ഭയപ്പെട്ടുപോയി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം ഈ ദേശത്തെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാലത്താണ് സ്വർഗത്തിലെ ദൈവം ദേശം തരാമെന്ന് പറഞ്ഞു തന്നെ. അങ്ങനെയെങ്കിൽ അവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തിന് ആ ദേശം കൈവശമാക്കി തരുവാൻ സാധിക്കില്ലേ? ആ മനുഷ്യരെ എന്തിനാണ് ഈ 12 പേരിൽ 10 പേര് അവിടെയുള്ള മനുഷ്യരെ കണ്ട് ഭയപ്പെടുന്നത്? മനുഷ്യന്റെ ഭയം പല വിഷയത്തിൽ ഇന്നുണ്ട്. ആത്മീയ ജീവിതം നയിക്കുന്നവർ പലപ്പോഴും പലതും കണ്ട് ഭയപ്പെടുകയാണ്. ചില രോഗം വന്നു കഴിയുമ്പോൾ മനുഷ്യർ ഭയപ്പെട്ടു പോകുന്നു. ചില രോഗങ്ങൾ മനുഷ്യനെ ഭയത്തിലേക്ക്, ഭീതിയിലേക്ക് നയിക്കുകയാണ്. നനച്ചിരിയാത്ത സമയത്തായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു, ചില ടെസ്റ്റുകളെല്ലാം നടത്തി, അപ്പോഴാണ് അറിയുന്നത് മാരകമായ ഒരു രോഗമാണ്. പെട്ടെന്ന് മനുഷ്യൻ ഭയപ്പെട്ടു പോകുന്നു. ദൈവമക്കളെ, എന്തിനാണ് ഭയപ്പെടുന്നത്? വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്നെ വീണ്ടെടുത്തത്, എനിക്ക് വചനം തന്നെ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ളതായ ബോധ്യമുണ്ടെങ്കിൽ രോഗം വന്നാൽ എന്താ? ദൈവമക്കളെ, നമ്മൾ പലതിനും ഭയപ്പെടുന്നു. നമ്മൾ ഈ ലോക ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ മനുഷ്യരെ കാണണമെന്നേ, മല്ലന്മാരെ കാണണം. അമാലേക്യ മല്ലന്മാരാണ് അവിടെ ഉള്ളത്. ഈ കനാൻ ദേശത്ത് ആ സമയത്തുള്ളത് അമാലേക്യ മല്ലന്മാരാണ്. ഈ മല്ലന്മാരെ നമ്മൾ നേരിടണം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മളല്ല ആ മല്ലന്മാരെ ജയിക്കുന്നത്, അത് കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. നമ്മെ വീഴിക്കാൻ വേണ്ടി പലതരത്തിലുള്ളതായ പാപ സ്വഭാവങ്ങളും പാപങ്ങളും കാണിക്കും. മനുഷ്യർ വീണു പോകരുത്. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ പാപത്തിൽ വീഴാനുള്ള, അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള സകല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. യാതൊരു സംശയവും ആർക്കും ഇല്ലല്ലോ. അവിടെ ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് ഈ പാപത്തിൽ വീഴാതെ ജയത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ചില സമയങ്ങളിൽ ചില ചിന്തയിലൊക്കെ ചിലർക്ക് പാളിച്ചു വരും. ചില ചിന്തകളിൽ മനുഷ്യർക്ക് പാളിച്ചു വരും. ചില സമയത്ത് മനുഷ്യൻ ചില പാപങ്ങളിൽ ചെന്ന് പെട്ടുപോകും, അല്ലെങ്കിൽ അങ്ങനെ വീണുപോയി. ദൈവമക്കളെ, ഭയപ്പെടുകയാണോ ചെയ്യുന്നത്? ഞാൻ വീഴാൻ വേണ്ടി പറയുന്നതല്ല, പാപത്തിൽ അകപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, പാപത്തെ ന്യായീകരിക്കുന്നതുമല്ല. പക്ഷെ വീണു പോയി എന്നുള്ളത് കൊണ്ട് തീരുവാണോ ജീവിതം? ദൈവമക്കളെ, പാപത്തിൽ വീണു പോയാലും അവിടെ നിന്ന് നമ്മെ കോരിയെടുക്കാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മുടെ സ്വഭാവം അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മുടെ ജീവിതം വീണ്ടും സമർപ്പിക്കുക. ദൈവമക്കളെ, വീണിടത്ത് കിടക്കുന്നതാണ് തെറ്റ്. വീണു പോയി എന്നുള്ളത് കൊണ്ട് നരകത്തിലേക്ക് പോകുന്നില്ല. ഞാൻ വീണിടത്ത് കിടന്നാലേ നരകത്തിലെത്തുള്ളൂ. ഞാൻ വീണു എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ എഴുന്നേൽക്കണം. ഞാൻ എന്തിനിവിടെ കിടക്കണം? എനിക്ക് പറ്റിപ്പോയി, തെറ്റു പറ്റിപ്പോയി, ശരിയാ. ചിന്തയിൽ വന്നുപോയി, ശരിയാ. അല്ല, ഒരു പാപം കയ്യിൽ വന്നുപോയി, അരുതാത്തതായ ചില കാര്യങ്ങൾ എൻ്റെ കയ്യിൽ വന്നുപോയി, ഞാൻ അരുതാത്തത് കണ്ടുപോയി, ഞാൻ അരുതാത്തത് നോക്കിപ്പോയി, എൻ്റെ കയ്യിൽ അർഹതയില്ലാത്ത ചിലതെല്ലാം വന്നുപോയി. അപ്പം തന്നെ ഒഴിവാക്കണം, അപ്പം തന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കണം. എവിടെ നിന്ന് കിട്ടിയോ അവിടെ തന്നെ കൊടുത്ത് ക്ഷമ പറഞ്ഞ് നിരപ്പായിക്കൊള്ളണം. ദൈവമക്കളെ, ഇതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്.
ദൈവമക്കളെ, അവർ പറഞ്ഞു നമുക്കത് അവകാശമാക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ അമാലേക്ക് മല്ലന്മാരെ കണ്ടു, ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെ ഞങ്ങൾക്ക് തോന്നി. ഇങ്ങനെയെല്ലാമാണ് അവർ ഭയപ്പെടുത്തുന്നത്. ഇപ്പം എന്നാ സംഭവിച്ചു? അത് കേട്ടതോടുകൂടി ഈ കേട്ടതായ ജനത്തിൻ്റെ മുഴുവൻ ഹൃദയം കലങ്ങി. നമുക്കിനി രക്ഷയില്ല, തിരിച്ച് മിസ്രൈമിലേക്ക് പോകാനും പറ്റൂല, മുമ്പോട്ട് പോയി കനാൻ ദേശം കൈവശമാക്കാനും പറ്റൂല, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ എന്ത് ചെയ്യും? ദൈവമക്കളെ, ഇവിടെയാണ് രണ്ട് ദൈവമക്കള്, പ്രത്യേകിച്ച് അവിടെ കാലേബിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അവിടെ വിളിച്ചു പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 30-ാം വാക്യം, 13:30. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കാലേബ് എന്ന് പറയുന്ന വ്യക്തി ഈ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. കാരണം നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ വചനപ്രകാരമാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മുടെ കഴിവല്ല, നമ്മുടെ ഗുണമല്ല, നമ്മുടെ ജീവിതം കൊണ്ടല്ല, നമ്മൾ നല്ലവരായിട്ടല്ല. നമ്മൾ ഇതുവരെയും പാപം ചെയ്താ ഇവിടെ വരെ എത്തിയത്. നമ്മൾ പാപം ചെയ്ത് തന്നെയാണ്, ദൈവത്തെ വേദനിപ്പിച്ച് തന്നെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ വിശ്വാസത്താൽ ദൈവം നമ്മെ അവിടെ എത്തിക്കുമെന്നുള്ളതായ ആ ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ കനാൻ ദേശം അവകാശമാക്കാം. ഈ അമാലേക്ക് മല്ലന്മാരെ നമുക്ക് കീഴടക്കാൻ കഴിയും, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. അതെങ്ങനെ സാധിക്കുമെന്ന് വീണ്ടും പറയുന്നുണ്ട് 14-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ. നമുക്ക് അതും കൂടി ഒന്ന് വായിച്ച് കേൾക്കാം. എങ്ങനെയാണ് ഈ പാപത്തെ, ഈ സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ, പാപത്തെ കീഴടക്കുവാൻ, സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? 14-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ച് കേൾക്കാം. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചു ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. ഞങ്ങൾ പോയ ദേശം, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം, അത് എത്രയും നല്ല ദേശം, ദൈവം പറഞ്ഞതുപോലെ തന്നെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. എന്നാൽ ഇനി എന്ത് ചെയ്യണം? യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും വളരെ വ്യക്തമായ വിശ്വാസ പ്രഖ്യാപനമാണ് ജനത്തിന്റെ മുമ്പാകെ നടത്തിയത്. നമുക്ക് അത് അവകാശമാക്കാൻ സാധിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. 2 കാര്യങ്ങളാണ് കാലേബും യോശുവയും പറഞ്ഞത്. എന്താണ് അവർ പറഞ്ഞത്? ഒന്ന്, നമുക്ക് ഈ ദേശം അവകാശമാക്കണമെങ്കിൽ യഹോവ നമ്മിൽ പ്രസാദിക്കണം, ദൈവം നമ്മിൽ പ്രസാദിക്കണം. ഇന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വന്ന അവിശ്വാസത്തിന്റെ വാക്കുമായിട്ടാണ് നിങ്ങൾ ഇനി മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കില്ല. അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരരുത്, ചിന്ത വരരുത്. ഇതെനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ ദൈവത്താൽ എനിക്കിത് സാധിക്കും, എൻ്റെ ദൈവത്താൽ ഞാനിത് നേടിയെടുക്കും എന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ സമ്പൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. ദൈവമക്കളെ, ഇതെത്ര മനോഹരമായ ജീവിതമാണെന്നറിയാവോ? എനിക്ക് പറയണമെന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഒന്ന് വെച്ചുകൊടുത്ത് നമ്മുടെ ജീവിതത്തിലെ പാപവഴികളോട് യാത്ര പറഞ്ഞാൽ എത്ര മനോഹരമായി ദൈവം നടത്തും. വലിയ സൂയിസൈഡൽ പോയിന്റിൽ നിന്ന് താഴേക്ക് മനുഷ്യൻ ചാടുന്ന പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എത്ര വലിയ പിശാചിന്റെ ആക്രമണം ഉണ്ടായാലും അവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവം തന്റെ കരം വെച്ച് ആ രക്തത്താൽ നമ്മളെ കഴുകി മുന്നോട്ട് നയിക്കുന്നതും, നമുക്ക് വേണ്ടി ഒരിക്കലും തുറക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന വാതിലുകൾ തുറക്കുന്നതും, നമുക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതുന്നതും, നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സിംഹത്തിന്റെ വായ അടയ്ക്കുന്നതും നമുക്ക് അനുഭവിക്കാൻ ദൈവമക്കളെ. ഈ നാളുകളിൽ, ഈ കാലത്ത്, എൻ്റെ ഈ കാലം കൊണ്ട്, ഇത്രയും കാലം കൊണ്ട് ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ദൈവമക്കളെ ഇന്ന് ഏകദേശം 28-30 വർഷത്തോളം ആകുന്നു. ഈ 30 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും തെറ്റായിപ്പോയി എന്നോ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, ഞാൻ എത്ര ഭാഗ്യവാൻ. ഇത് അനേകർക്ക് കിട്ടാത്ത ഈ ഭാഗ്യം, അനേകർക്ക് മനസ്സിലാകാത്ത ഈ ഭാഗ്യം എനിക്ക് സ്വർഗത്തിലെ ദൈവം തന്നല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ ജീവിക്കുകയാണ്. 1, ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണം. 2, അവൻ നമ്മെ കനാൻ ദേശത്തേക്ക് കൊണ്ടുചെന്ന് അത് നമുക്ക് അവകാശമായിട്ട് തരും. നമ്മൾ ചെല്ലുന്നതല്ല, നമ്മളെ ദൈവം കൊണ്ടുപോകുന്നതാണ്. നമ്മൾ ചെന്നാൽ ഈ അമാലേക്ക് മല്ലന്മാരോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും.
സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ യുദ്ധം സ്വർഗത്തിലെ ദൈവം ചെയ്തുകൊള്ളും. ദൈവമക്കളെ, എത്ര വലിയ മതിലാണേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പിടിച്ച മതിലിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് ഇടിഞ്ഞു വീഴും. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമുക്കൊരവസരം തരികയാണ്. ഈ മനോഹരമായ ഒരു ദിവസം, മനോഹരമായ ഒരു സമയം കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരികയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിരാശരായി ജീവിക്കണ്ട. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് നിരാശപ്പെട്ട് നരകത്തിന്റെ അനുഭവത്തിലേക്ക് പോകണ്ട. പാപത്തിന്റെ അടിമയായി പോകണ്ട. പിശാചിന്റെ അടിമയായി പോകണ്ട. യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. നല്ല സമാധാനമുള്ള, നല്ല സന്തോഷമുള്ള, നല്ല ഐശ്വര്യമുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാം. അതിന് നിങ്ങൾക്ക് തയ്യാറാണോ? എങ്കിൽ ഒരു വാക്ക് നമുക്ക് യേശുവിനോട് പറയാം. നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്ന് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വ്യക്തമായ ഒരു തീരുമാനവും സമർപ്പണവും നമുക്കിപ്പോഴെടുക്കാം. നിങ്ങളുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ തിരുവചനം കേട്ട് ഇപ്പോൾ നിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വചനത്താൽ ഇനിയുള്ള ആയുസ് മുഴുവനും ഈ ഭൂമിയിൽ നടത്തണമേ. സകലതും അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമീൻ.